ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ നമ്മുടെ 8ാമത്തെ പാഠം പെയ്യട്ടെ എങ്ങനെ പെയ്യട്ടെ എന്നുള്ള പാഠഭാഗത്തിന്റെ ക്ലാസ്സുകൾ കണ്ടുകാണെന്ന് കരുതുന്നു. നമ്മളിപ്പോൾ ചാപ്റ്ററിന്റെ ക്ലാസ്, ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സും അതോടൊപ്പം തന്നെ പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ്, നമ്മുടെ കുഞ്ഞെഴുത്തുന്നുള്ള പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 8ാമത്തെ പാഠത്തിലെ യൂണിറ്റ് ടെസ്റ്റ് ആണ്, ക്ലാസ് ടെസ്റ്റ് ആണ്. നമ്മൾ കൂടുതൽ പ്രവർത്തനങ്ങളാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ്, എത്ര പ്രവർത്തനങ്ങൾ ഉണ്ടെന്നും എത്ര മാർക്കാന്നൊക്കെ നോക്കിയാലോ. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് നോക്കുക. ഏതെങ്കിലും പ്രവർത്തനത്തിൽ സംശയം ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ പ്രവർത്തനം മഴപ്പാട്ട് പൂർത്തിയാക്കുകയാണ്. എന്താണ് മഴപ്പാട്ട് എന്ന് അറിയില്ലേ? അപ്പോൾ ഇവിടെ 4 വരി തന്നിട്ടുണ്ട്. ബാക്കി 4 വരി നിങ്ങൾ എന്ത് ചെയ്യണം? പൂരിപ്പിച്ച് എഴുതണം. ആദ്യം വായിക്കാം. മഴ 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 പെയ്യുന്നു, മാനത്തൂന്നു പെയ്യുന്നു, മഴമേഘങ്ങൾ നിറഞ്ഞല്ലോ, ഇടിയും മിന്നലും ഉണ്ടല്ലോ. ബാക്കി എന്ത് ചെയ്യുക? ഇതുപോലെ 4 വരി എഴുതി ചേർത്ത് ഈ മഴപ്പാട്ട് പൂർത്തിയാക്കുക. 5 മാർക്കിന്റെ ചോദ്യമാണ്. അത് രണ്ടാമത്തെ പ്രവർത്തനം. എവിടെ നിന്നെല്ലാം ആണ് നമുക്ക് ജലം ലഭിക്കുന്നത്? എവിടെ നിന്നാണ് നമുക്ക് ജലം ലഭിക്കുന്നതൊക്കെ നമ്മൾ പാഠഭാഗത്തിന് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണല്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതല്ലേ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വെള്ളം ലഭിക്കുന്നതെന്നും ഏതെന്നൊക്കെയാണ് നമുക്ക് വെള്ളം ലഭിക്കുക, എന്തൊക്കെയാണ് വെള്ളത്തിന്റെ ഉപയോഗങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. അപ്പൊ എവിടെ നിന്നൊക്കെയാണ് വെള്ളം ലഭിക്കുക? ജലം വെച്ച് എന്താ? വെള്ളം അല്ലെ. എവിടെ നിന്നൊക്കെയാണ് വെള്ളം ലഭിക്കുന്നത്? ആ 5 ഇടത്തിന്റെ പേരാണ് എഴുതേണ്ടത്. 5 എണ്ണം. ഉദാഹരണം കുളം അല്ലെ, കുളത്തിൽ നമുക്ക് ജലം ലഭിക്കും. കിണർ, അങ്ങനെ ജലം ലഭിക്കുന്ന 5 ഇടങ്ങളുടെ പേരാണ് എഴുതേണ്ടത് ഇവിടെ. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്ത പ്രവർത്തനം 3. ജലം എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത്? ജലത്തിന്റെ 5 ഉപയോഗങ്ങൾ എഴുതുക. അതായത് ജലത്തിന്റെ 5 യൂസസ്, ഉപയോഗങ്ങളാണ് എഴുതേണ്ടത്. 5 യൂസസ് നമ്മൾ പഠിച്ചതാണ് അല്ലെ, പാഠഭാഗത്തിന് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ്. അപ്പൊ 5 ഉപയോഗങ്ങൾ എഴുതുക. അടുത്തത് 4ാമത്തെ പ്രവർത്തനം. താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ ജലം എന്തിനെല്ലാം ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തി എഴുതുക. ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ ചിത്രമാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്തിനൊക്കെയാണ് ജലം ഉപയോഗിക്കുന്നത്? പല കാര്യങ്ങൾക്ക് വേണ്ടി ജലം ഉപയോഗിക്കില്ല. അപ്പൊ എന്തിനൊക്കെ ഇവിടെ ജലം ഉപയോഗിക്കുന്നത്? തുണി കഴുകാൻ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ പശുവിനെ കഴുകാൻ, പശുവിനെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ എന്തിനൊക്കെയാണ്? മീൻ പിടിക്കാൻ അല്ലെ, മീൻ പിടിക്കുന്നു. അങ്ങനെ എന്തിനൊക്കെയാണ് ഇവിടെ ജലം ഉപയോഗിക്കുന്നത്? ജലത്തിന് ഉപയോഗങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? എഴുതി ചേർക്കേണ്ടത്. അതാണ് നമ്മുടെ 4ാമത്തെ പ്രവർത്തനം. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് 5ാമത്തെ പ്രവർത്തനം. എന്താ 5ാമത്തെ പ്രവർത്തനം? മഴച്ചിത്രം വരച്ച് നിറം നൽകുക. അതായത് ഒരു മഴച്ചിത്രം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മഴച്ചിത്രം, നമ്മളോട് ഉദാഹരണത്തിന് കൊടുത്തിട്ടുണ്ട്, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മഴച്ചിത്രം വരച്ചിട്ട് എന്ത് ചെയ്യുക? നിറം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ 5ാമത്തെ പ്രവർത്തനം. 5 പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സും പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ്സും കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. താങ്ക് യു.